ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS. ടാറ്റയുടെ ഏറ്റവും വലിയ IT സംരംഭമാണ് അത്. ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് നൂതന സാങ്കേതിക നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ പ്രോഗ്രാമേഴ്സിനെയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള AI പ്രോഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു സാങ്കേതികവിദ്യ വലിയ വലിയ IT കമ്പനികൾ കരസ്ഥമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം കമ്പനി ലാഭത്തിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഒരു പ്രവണത IT കമ്പനികൾക്കുണ്ട്. എന്നാൽ ഇപ്പോൾ IT ഓഹരികളിൽ വൻ ഇടിവ് വന്നതുകൊണ്ടാണ് TCS 12,000 പേരുടെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുന്നത് എന്നുള്ളതാണ് ഒരു പുതിയൊരു വാർത്ത വരുന്നത്. ഒരു IT കമ്പനി ഒരു സ്വകാര്യ കമ്പനിയാണ്, അതിന് പരിമിതിയുണ്ട്. കാര്യമൊക്കെ ശരി, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നതമായ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയാണ്, 4 പേരോട് പറയാൻ പറ്റുന്ന ജോലിയാണ്, വിവാഹ കമ്പോള മാർക്കറ്റിലും നമുക്ക് പെൺകുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു ജോലിയാണ്, സമൂഹത്തിൽ അംഗീകാരം തരുന്നൊരു ജോലിയാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിരിച്ചുവിടാം. കാരണം കമ്പനികൾ നിലനിൽക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല. പ്രത്യേകിച്ചും സ്വകാര്യ കമ്പനികൾ. TCS ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ടാറ്റ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന കാരണത്താൽ അവരെ കമ്പനിയിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിടില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ നഷ്ടം വരുന്നത് ആ സമയത്ത് തൊഴിലാളികളെ അവർ പിരിച്ചുവിടും. കാരണം തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ടാണ് അവരെ നിർത്തിയിരിക്കുന്നത്. അവരൊരു അധികപ്പറ്റായിട്ട് കമ്പനിക്ക് തോന്നുമ്പോൾ കമ്പനി അവരെ പിരിച്ചുവിടും. സ്വകാര്യ കമ്പനികളുടെ ഏറ്റവും വലിയ പരാജയം അതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലികളുടെ മാഹാത്മ്യം അവിടെയാണ് കിടക്കുന്നത്. ഒരു IT കമ്പനിയിൽ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഏത് സമയത്തും അവനെ അവർ കറിവേപ്പില പറിച്ച് കളയുന്ന പോലെ പറിച്ച് കളയാനെല്ലാം സാധ്യതയുണ്ട്. കാരണം അവർക്ക് തുച്ഛമായ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ഇരിക്കുന്ന ആളുകളെ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സീനിയോറിറ്റി ഉള്ള IT പ്രോഗ്രാമേഴ്സിനെ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാമേഴ്സിനെ ഇല്ലാതെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് ലാഭമുണ്ടാക്കാനാണ് കമ്പനികൾ ആഗ്രഹിക്കുന്നത്. അത് അവരെന്തായാലും ചെയ്യും. ഇന്ത്യയിലെ എല്ലാ IT കമ്പനികളും ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ഗൂഗിൾ കമ്പനിയും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് IT കമ്പനികളുടെ ജോലിക്ക് ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം.